അവിനെ മുഹമ്മദ് സാറേ, എങ്ങനെയൊക്കെയാ പരിപാടി? കോടിക്കണക്കിന് കാശ് തരുന്നവരോട് കൂറ് കാണിക്കണമല്ലോ. ദേ, എന്തിനും അടിയാൻ റെഡി. നിർദ്ദേശം കിട്ടിയാ സപ്പറിന്റെ നിർദ്ദേശപ്രകാരം നാളെ രാത്രി 10 മണിക്ക് തളിയൂരമ്പലത്തിലെ തിടമ്പെഴുന്നള്ളിപ്പ് സമയത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി നിൽക്കുന്ന ആനക്കൊട്ടലിന്റെ അടുത്ത് സ്ഫോടനം നടക്കണം. 200 പേരെങ്കിലും മരിക്കുമെന്ന സപ്പറിന്റെ കണക്കൂട്ട്. എന്താ ഞെട്ടുന്നത്? ഒന്നുമില്ല. ഇതുകൊണ്ട് മാത്രമായില്ല. തളിയൂരമ്പലം കത്തിത്തീർന്ന പിറ്റേ ദിവസം താരേക്കാട്ട് മദ്രസയ്ക്കുള്ളില ബോംബ് വയ്ക്കാൻ പോകുന്നു. ഈ 2 സ്ഫോടനങ്ങളോട് കൂടി കേരളത്തിലേക്കുള്ള അൽ ജിഹാദിന്റെ പടയോട്ടത്തിന് തുടക്കം കുറിക്കും. താനെന്താണോ നോക്കുന്നത്? അതിന് വേറെ പണപ്പെട്ടി വരുവോടോ? മതി, അത് മതി. ഇമെയിൽ മെസ്സേജിൽ ആനക്കൊട്ടിലിന്റെയും അമ്പലത്തിന്റെയും ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. സപ്പറിന്റെ മെസ്സേജ് അനുസരിച്ച് ക്ഷേത്രത്തിൽ ബോംബ് വയ്ക്കുന്നവർ സ്വാമിയെ വന്ന് കാണും. അവരെ വല്ല കാവിയോ പട്ടോ ഉടുപ്പിച്ച് സേഫായി അമ്പലത്തിലെത്തിക്കണം. വോയിസ് മെയില. തികച്ചും ഗുരുതരമായൊരു പിഴ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. അബൂബക്കർ എന്ന പട്ടാളക്കാരൻ മിലിറ്ററി ഇന്റലിജൻസിന് അയച്ച കത്ത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. വിശ്വാസവഞ്ചന, കൈപ്പിഴ, അൽ ജിഹാദ് ഈ തെറ്റുകൾക്ക് ഒരിക്കലും മാപ്പ് നൽകില്ല. ആയതിനുള്ള പരമാവധി ശിക്ഷ അള്ളാഹുവിന്റെ പേരിൽ സഫർ നടപ്പാക്കി കഴിഞ്ഞു. കരുതലോടെ നീങ്ങുക. അൽ ജിഹാദിന് വേണ്ടി നിങ്ങളുടെ സഫർ. ഈ പട്ടാളക്കാരൻ ആ ദാദാ സാഹിബിന്റെ മോനല്ലേ? പിന്നല്ലാതെ. ഈ ഹമുക്കിനെ കൊണ്ട് തോറ്റല്ലോ. കുട്ടി സാറേ, ആ പ്രിന്റ് ഔട്ട് ഇങ്ങെടുത്തേ. ഇനി വെറുതെ വിട്ടാൻ പറ്റില്ല. ഇത് നമ്മുടെ ബാബുവിന്റെ വണ്ടിയല്ലേ? അതെ. ബാബു, എടാ ബാബു, ഇപ്പൊ മനസ്സിലായോ സപ്പറിന്റെ വിധി എന്താണെന്ന്?